ഹായ് ഫ്രണ്ട്സ്, സൂപ്പർ കൺപണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആൻറ്റിയമ്മയുടെ ക്രഷ് തൻ്റെ വിവാഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ പറയാട്ടോ. അപ്രതീക്ഷിതമായിട്ട് തന്നെയാണ് കൺമണിയുടെ കഴുത്തിൽ താലി കെട്ടേണ്ടി വന്നത്. പക്ഷേ ഇപ്പോഴാണെങ്കിൽ അവളെ ഒരിക്കലും എനിക്ക് ഉപേക്ഷിച്ച് കളയാനും സാധിക്കുന്നില്ല, അവളെ എനിക്ക് ഭാര്യയായി തന്നെ വേണമെന്ന് ആൻറ്റിയമ്മയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആൻറ്റിയമ്മ പറയുന്നുണ്ട്, എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ മോനൂട്ടാ, എന്തായാലും ഇനി കൺമണി നീ തന്നെ ഒന്നിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാണ്, ആൻറ്റിയമ്മയോട് ഇത്രയും ദിവസം ഞാൻ ഒളിപ്പിച്ചു വെച്ചു, എന്നെ എടുത്തു വളർത്തിയത് ആൻറ്റിയമ്മ തന്നെയല്ലേ, അതുകൊണ്ട് പറയാതിരുന്നത് മോശമായിപ്പോയി. അതൊന്നും സാരമില്ലടാ, എന്തായാലും മാനസയെ പറഞ്ഞ് മനസ്സിലാക്കണം, മാനസയുടെ വീട്ടുകാരെയും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കണ്ടേ. എന്തായാലും ആ കാര്യം ഞാൻ ഏറ്റു, നീ അതിനെക്കുറിച്ചും ടെൻഷൻ ആവണ്ട. പിന്നെ സുജുവിനോടും അതുപോലെ തന്നെ സാഗറിനോടും ഉള്ള കാര്യമല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ആൻറ്റിയമ്മയുടെ മനസ്സിനകത്ത് കൃഷിനെ ഒരിക്കലും കൺമണിക്ക് വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ കൃഷി പറയുന്നുണ്ട്, ആൻറ്റിമ്മ സമ്മതിച്ച സ്ഥിതിക്ക് അച്ഛനോടും അമ്മയോടും ചെന്ന് പോയി കാര്യങ്ങളൊക്കെ ഞാൻ പറയട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അത് വേണ്ട മോനു, വേറൊന്നുമല്ല, അവരിപ്പോൾ ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. ഈ കാര്യം അവരോട് ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുജു ആണെങ്കിൽ ബോധം കെട്ട് വീഴും, പിന്നെ ജർമ്മനിയിലേക്കും പോവില്ല, ജപ്പാനിലേക്കും പോവില്ല, അവൾ ആകെ വിഷമിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ അവളോട് ഞാനൊരു മയത്തിൽ പറഞ്ഞോളാം, എല്ലാ കാര്യങ്ങളും നല്ല രീതിയിലേക്ക് തന്നെ പറയണം. നീ ചാടി കുടഞ്ഞ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് സഹിക്കാൻ സാധിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോടാ എന്ന് ചോദിക്കാട്ടോ. അതും ശരിയാണ് ആൻറ്റിയമ്മ എന്ന് പറയുന്നുണ്ട്. എന്തായാലും കൺമണിയുടെ താലി കെട്ടിയ കാര്യം നീ പറയണ്ട, കൺമണിയെ നീ ഒന്നുകൂടി താലി കെട്ടേണ്ടി വരും, അത്രയല്ലേ ഉള്ളൂ. അതൊക്കെ ഈ ആൻറ്റിയമ്മ നോക്കിക്കോളാം, നീ വിഷമിക്കേണ്ട കാര്യമില്ല. എത്രയും പെട്ടെന്ന് ആൻറ്റിയമ്മ ആ ജർമ്മനിയിലേക്ക് പോയിട്ട് അവരുടെ കാര്യങ്ങൾക്കൊന്ന് ശരിയാവട്ടെ. പറഞ്ഞോളാം, ഞാൻ തന്നെ പറയാം. എല്ലാത്തിനും പ്രണയിച്ച് പോയാൽ പിന്നെ പോയത് തന്നെയാണ്, അതിൽ നിന്ന് ആരെയും പിന്തിരിപ്പിക്കാൻ സാധിക്കില്ല. നിൻ്റെ അച്ഛനും അമ്മേൻ്റെ കാര്യം എനിക്കറിയുന്നതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ, ആൻറ്റിയമ്മ എന്തായാലും എനിക്ക് വേണ്ടി നിൽക്കുന്നുണ്ടല്ലോ, എനിക്ക് ഒത്തിരി സന്തോഷമായി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൃഷി പോകുന്നുണ്ട്. പക്ഷേ ആൻറ്റിയമ്മയുടെ മനസ്സിലാണെങ്കിലും ഇവനെ ഞാൻ വെച്ചിട്ടുണ്ട്, കൺമണി ഞാൻ പച്ചയ്ക്ക് കത്തിക്കും എന്നൊക്കെയാണ് ആൻറ്റിയമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിൽ മനസ്സേ കൊണ്ട് തന്നെ നിന്നെ വിവാഹം കഴിപ്പിക്കുള്ളൂ എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ പിന്നെ ഭാഗ്യലക്ഷ്മിയെ കിളിയൻ ചെന്ന് കാണുന്നുണ്ട് കേട്ടോ. എന്തിനാ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുമിത്രയുടെയും ബാലുവിൻ്റെയും കൂടെ തന്നെ ഇനി ഭാഗ്യലക്ഷ്മി നിൽക്കണം, അതിനു വേണ്ടി തന്നെയാണ് ക്ലീറ്റസിനോട് ഓരോ കാര്യങ്ങൾ സുമിത്ര പറഞ്ഞിട്ട് അവരുടെ പക്ഷം ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക കേട്ടോ ക്ലീറ്റസ്. ഭാഗ്യക്കുഞ്ഞ് ഒരിക്കലും വിഷമിക്കേണ്ട, സുമിത്രാമ്മയും അത് ബാലുവച്ചനെയും പോലെ ഒരാളെ കിട്ടിയതിൽ ഭാഗ്യക്കുഞ്ഞ് ഒരുപാട് ഭാഗ്യം ചെയ്തവരാണെന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. എൻ്റെ അച്ഛനും അമ്മയുടെ കാര്യം ക്ലീറ്റസ് പറഞ്ഞിട്ടല്ല ഞാൻ അറിയേണ്ടത്, എനിക്കറിയാം. എന്നെ അവർ ഉപദ്രവിച്ചു മാത്രമല്ല ഏട്ടനെ ഉപദ്രവിക്കുകയല്ലേ അവർ ചെയ്തത്. അത് സ്വന്തം മക്കൾ ചെറുതായിട്ടൊന്ന് വഴിതെറ്റിപ്പോയെന്ന് പറഞ്ഞിട്ട് അച്ഛനമ്മയും ശിക്ഷിക്കാണ്ടിരിക്കുമോ? അതല്ലേ സുമിത്രാമ്മയും ചെയ്തിട്ടുള്ളൂ. അല്ലാതെ സുമിത്രാമ്മയ്ക്ക് ഭാഗ്യക്കുഞ്ഞിനോട് പ്രത്യേകിച്ച് ദേഷ്യവും വാശിയൊന്നുമില്ല. സുമിത്രാമ്മയും അതുപോലെ തന്നെ ബാലു സാറും നിങ്ങൾ രണ്ടുപേരും വളർത്തിയത് എങ്ങനെയാണെന്നുള്ളത് എൻ്റെ മമ്മി പറഞ്ഞിട്ടുള്ള അറിവുണ്ട് എനിക്ക്. കാരണം അവർ വീട്ടുവേല ചെയ്തിട്ടും അതുപോലെ തന്നെ വേറെ പണികൾക്ക് പോയിട്ടും ഒക്കെ കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾ രണ്ടുപേരെയും വളർത്തിയെടുത്തത്. ഭക്ഷണം നിങ്ങൾക്ക് താഴെ വെച്ച് തരികയും അവർ മേലെ ഇരുന്ന് കഴിക്കുകയൊക്കെയാണ് ചെയ്തിരുന്നത്. അവരുടെ പാത്രത്തിൽ ഒന്നും തന്നെ ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ കാണണ്ട എന്ന് പറഞ്ഞിട്ട് അവരത് മറച്ച് പിടിച്ചിട്ടല്ലേ അവിടെയൊക്കെ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇതൊക്കെ എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ള അറിവാണ് കേട്ടോ. ഇത്രയും മകളെ സ്നേഹിക്കുന്നുണ്ടല്ലോ സുമിത്രയും ബാലു, അതുകൊണ്ട് തന്നെ ഭാഗ്യക്കുഞ്ഞ് ചെയ്തത് തെറ്റല്ലേ? ഭാഗ്യക്കുഞ്ഞിനെ അതുപോലെ തന്നെ ബലരാമൻ സാറിനെയൊക്കെ വളർത്തി വലുതാക്കിയത് അവരെത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, എന്നിട്ട് നിങ്ങളൊക്കെ ഇങ്ങനെ തിരിച്ചടിച്ചാൽ അവർ സഹിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഭാഗ്യലക്ഷ്മിക്ക് നല്ല സങ്കടമാവുന്നുണ്ട്. തൻ്റെ അച്ഛനമ്മയും ഒരുപാട് ത്യാഗം ചെയ്തിട്ടാണ് തങ്ങളെ വളർത്തി വലുതാക്കിയതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ അപ്പോഴത്തന്നെ ആ സാഹചര്യത്തിൽ തന്നെയാണ് സുമിത്രയും ബാലും അങ്ങോട്ട് വരുന്നത്. ക്ലീറ്റസ് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് എന്ന രീതിയിൽ കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും എന്താ മോളെ അമ്മയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ വേഗം ചെല്ലുകയാണ്. അമ്മയും അച്ഛനും കാണിച്ച സഹതാപവും അതുപോലെ ക്ഷമയുമാണ് തങ്ങളുടെ ജീവിതം എന്ന രീതിയിൽ തന്നെ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മേ സോറി അമ്മേ, ഇനി ഒരിക്കലും അമ്മയോട് ദേഷ്യപ്പെടില്ല അച്ഛനോട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്താ മോളെ നീ എന്തൊക്കെയാണ് പറയുന്നത്? അല്ല ക്ലീറ്റസ് നിന്നോട് എന്തൊക്കെയാടാ പറഞ്ഞത് എന്ന് പറയുന്നു. ഞാനൊന്നും പറഞ്ഞില്ല സുമിത്രാമ്മേ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേനും അമ്മയും അച്ഛനും ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്തു, അതെല്ലാം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇനി ഒരിക്കലും അച്ഛനും അമ്മയോട് പിണങ്ങി നിൽക്കില്ല എന്ന് പറയുന്നു. ഞങ്ങൾക്കും നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കാൻ സാധിക്കില്ല, ഞങ്ങൾ ചെയ്തതൊക്കെ ഞങ്ങളുടെ കടമയാണ്, അല്ലാതെ ഒരിക്കലും അത് ഞങ്ങൾ തിരിച്ചു ചോദിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്.
എന്തായാലും മോൾ ഞങ്ങളുടെ കൂടെ വരണം വീട്ടിലേക്ക് എന്ന് പറയുന്നു. എനിക്ക് കുറച്ച് വർക്കുകളും കാര്യങ്ങളും ഉണ്ട് അമ്മേ, എന്തായാലും ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാം. അച്ഛനും അമ്മയ്ക്കും പ്രായമായി കഴിഞ്ഞാൽ മക്കളുടെ കൂടെ ജീവിക്കണം എന്നാണ് ആഗ്രഹം. ഞങ്ങൾ നിൻ്റെ കൂടെ ഇവിടെ നിന്നോട്ടെ എന്ന് ചോദിക്കുന്നു. എന്താ അങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ നിങ്ങളുടെ കൂടെ വീടല്ലേ ഇത്, ഇവിടെ നിൽക്കാമെന്ന് പറയുന്നു. ഒരു കാര്യം ചെയ്യാം, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഭാഗ്യലക്ഷ്മി അകത്തേക്ക് പോകുന്നു. അപ്പോൾ ക്ലീറ്റസും മിത്രയും കൊണ്ട് സംസാരിക്കുന്നുണ്ട്. എന്നാലും ക്ലീറ്റസേ, നീ അപാര ബുദ്ധിക്കാരൻ തന്നെയാണ്. എത്ര പെട്ടെന്ന് ഭാഗ്യലക്ഷ്മിയുടെ ആ കഠിനമായ മനസ്സ് മാറ്റിയെടുത്തിരിക്കുന്നത്. അവൾ എൻ്റെ മകളായത് കൊണ്ട് പറയല്ല, വല്ലാത്ത ദേഷ്യവും വാശിയുള്ളവളാണ് അവൾ. അവളെ മാറ്റിയെടുത്തല്ലോ, നീ മിടുക്കനാണെന്ന് പറയുന്നു. എന്തായാലും ബാലു, ഈ ക്ലീറ്റസിന് കൊടുക്കാൻ നീ ഒരു സമ്മാനം കരുതി വെച്ചിട്ടുണ്ടല്ലോ, അത് കൊടുക്കുമെന്ന് പറയുന്നു. അങ്ങനെ ബാലു തൻ്റെ കയ്യിൽ കിടക്കുന്ന മോതിരം ഊരിയിട്ട് ക്ലീറ്റസിന് കൊടുക്കാട്ടോ ചെയ്യുന്നത് സമ്മാനമായിട്ട്. അപ്പോഴത്തേനും സന്തോഷമായി. പിന്നെ ബലരാമനെയാണ് കാണിക്കുന്നത്. ബലരാമൻ ആ ഒരു സത്യങ്ങൾ അറിഞ്ഞതോടുകൂടി തന്നെ മനസ്സമാധാനമില്ലാതെ ജയിലിനുള്ളിൽ കൂടെ നടക്കുകയാണ്. തൻ്റെ ജനിപ്പിച്ച അച്ഛനും അമ്മയും ആരാണ്, ഇവരുടെ മകനല്ല എന്ന് പറഞ്ഞു. പക്ഷേ ആ ജനിപ്പിച്ച അച്ഛനും അമ്മയും തെരഞ്ഞുകൊണ്ട് നടക്കണം. അങ്ങനെ ഒരു അവിടുത്തെ എസ് ഐയോട് ചോദിക്കുന്നുണ്ട്, ഫോണൊന്ന് തരൂ, എനിക്ക് എൻ്റെ അമ്മയെ വിളിക്കാനാണെന്ന് പറയുന്നു. അതിവിടെ കൊടുക്കാനായിട്ട് പാടില്ല, ആരും കാണാതെ അപ്പുറം പോയി വിളിച്ചാൽ മതി. സുമിത്ര മേഡത്തിനോടുള്ള ഒരു ബഹുമാനത്തിൻ്റെ പുറത്താണ് തരുന്നതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും ബലരാമൻ വിളിക്കുന്നുണ്ട്. അപ്പോൾ സുമിത്ര ഫോൺ അറ്റൻഡ് ചെയ്യുന്നു. ബലരാമനാണെന്ന് പറയുന്നു. ബാലുവിനോട് സ്പീക്കറിലിടാനായിട്ട് രണ്ടാളും പറയട്ടോ. അങ്ങനെ സ്പീക്കറിലിട്ടിട്ട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. എന്താ മോനെ, എന്താ ആവശ്യം ചോദിക്കുന്നത്? അമ്മ പറഞ്ഞു പോയ കാര്യങ്ങളോടുത്ത് എനിക്ക് അത്രയും വിഷമമുണ്ട്. എനിക്കൊരു കാര്യം അറിഞ്ഞാൽ കൊള്ളണമെന്നുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും ആരാണെന്ന് ഒന്ന് തുറന്ന് പറയുമെന്ന് പറയുന്നു. അപ്പോഴത്തേന് മോനെ, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, ഞാൻ അപ്പോഴത്തെ എന്തോ ഒരു കാര്യത്തിൽ അങ്ങനെ പറഞ്ഞു പോയതാണ്. പക്ഷേ ഒരിക്കലും തന്നെ നിന്നോട് പറയണ്ട എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ പറഞ്ഞു പോയി മോനെ, എന്നോട് ക്ഷമിക്കുക. അത് സാരമില്ല അമ്മയും അച്ഛനും എന്നെ എത്രയും കഷ്ടപ്പെട്ട് വളർത്തിയില്ലേ. എനിക്ക് ആ ദുഷ്ടന്മാരെയാണ് അറിയേണ്ടത്. എന്നെ ജനിപ്പിച്ച അച്ഛനും അമ്മയും അവരെ പക വീട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നതെന്ന് പറയുന്നു. അത് നീ ഇപ്പോൾ അറിയണ്ട, നീ എന്തായാലും പുറത്ത് വരും വൈകാതെ തന്നെ. അപ്പോൾ നിന്നോട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും സത്യങ്ങളും പറയും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അച്ഛൻ നിന്നോട് എന്തൊക്കെ സംസാരിക്കണം എന്ന് പറഞ്ഞ് ബാലുവിന് ഫോൺ കൊടുക്കുന്നുണ്ട്. മോനെ എന്ന് വിളിക്കുമ്പോഴത്തേനും ബലരാമൻ പറയുന്നുണ്ട്, അച്ഛൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ എത്ര സന്തോഷമുണ്ടെന്നറിയോ അച്ഛ എനിക്ക്. പക്ഷേ എനിക്കൊരു സത്യം അറിയണം. എന്നെ ജനിപ്പിച്ച അച്ഛനും അമ്മയും ആരാണെന്ന് ചോദിക്കുമ്പോൾ അവരെ ഞങ്ങൾ പറഞ്ഞു തരും നിനക്ക്. അവരെ കിട്ടുമ്പോൾ ഞങ്ങളെ വേണ്ടാതാവോ നിനക്കെന്ന് ചോദിക്കുന്നു കേട്ടോ. ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷെ അതെന്തിനാ അറിയുന്നതെന്ന് വെച്ചാൽ അവരെ വക വരുത്താനാണെന്ന് പറയുന്നു. അങ്ങനെയൊന്നും ചെയ്യരുത് മോനെ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അച്ഛൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് പറയുമ്പോഴത്തേനും കോൺസ്റ്റബിൾ ആ ഫോൺ എടുത്തിട്ട് പോവാണ്. മതി എന്ന് പറയുന്നു. അച്ഛൻ അമ്മയെ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു പോകുന്നു കേട്ടോ. അപ്പോഴേക്കും ബാലു സുമിത്രയും കൂടി സംസാരിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അവൻ വരട്ടെ, ബലരാമൻ വരട്ടെ, സാഗറിൻ്റെ കൈ അറുത്ത് കളയും അവൻ എന്ന് സുമിത്ര പറയുമ്പോൾ ബാലു പറയുന്നവൻ്റെ തലയാണ് കൊയ്ത് കളയേണ്ടത്. അത് ബലരാമൻ തന്നെ ചെയ്തോളൂ, അവരുടെ മകൻ തന്നെ ചെയ്തോളൂ. അവരുടെ മകന് വേണ്ടി ആ കേസെല്ലാം അവർ പിൻവലിക്കും. അതോടുകൂടി തന്നെ ബലരാമൻ്റെ പക ഇരട്ടിക്കും എന്നൊക്കെ അവർ സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കാട്ടോ ചെയ്യുന്നത്. വീട് കാണിക്കുന്നത് കൺമണിയുടെ വീട്ടിലാണ്. സമയത്ത് വിളക്കൊക്കെ വെച്ച് പുറത്ത് കൊണ്ടുവയ്ക്കാനായിട്ട് വരുന്നു. അപ്പോഴത്തേനും അവിടേക്ക് ഗോകുൽ വരുന്നുണ്ട്. കൃഷ്ണമണി എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. നീ ആയിരുന്നോടാ എന്ന് ചോദിക്കുമ്പോൾ ക്രിസ് സാറാണെന്ന് വിചാരിച്ചു അപ്പ എന്ന് പറയുന്നു. എപ്പോൾ നോക്കിയാലും ക്രിസ് സാറിനെ കുറിച്ച് മാത്രം നിനക്ക് പറയാനുള്ളൂ, നീ ആൾ മിടുക്കനാണല്ലോ ഒക്കെ പറഞ്ഞിട്ട് ചെവി പൊന്നാക്കാട്ടോ ചെയ്യുന്നത് ഗോകുലിൻ്റെ. വീട് അപ്പേ ഒന്നുമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാന്ന് പറയുന്നു. അപ്പോൾ കുളിക്കേണ്ടായിരുന്നു കേട്ടോ. കുളിച്ച് എന്താണ് അങ്ങനെ പറഞ്ഞത്? കുളിച്ചപ്പോഴല്ലേ ആ സിന്ദൂരമൊക്കെ മാഞ്ഞു പോയത്. അത് എപ്പോഴും ആ നെറ്റിയിൽ തന്നെ ഉണ്ടാവണം എന്നൊക്കെ പറയുമ്പോഴത്തേനും അമ്മായിമാർ വരുന്നു കേട്ടോ. എന്താ കളിയും ചിരിയുമായിട്ട് നിൽക്കുന്നത്? വിഷമത്തോടു കൂടി ഇവിടുന്ന് റിസൈൻ ചെയ്യാനായിട്ട് പോയ ആളല്ലേ, ഇപ്പം ഹാപ്പി ആയിട്ടാണല്ലോ നിൽക്കുന്നത് എന്ന് പറയുന്നു. അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ കൃഷ്ണമണിയോ? ആ കൃഷ്ണമണി, ക്രിസ് സാറിൻ്റെ കൃഷ്ണമണി എന്ന് പറയുന്നു. അവനെ ഒന്ന് വിശ്വസിക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം അവൻ പെട്ടെന്ന് വാക്ക് മാറ്റുന്നവനാണ്. എന്തിനാ വെറുതെ ഇവളുടെ ജീവിതം പോലും ഇല്ലാണ്ടാക്കുന്നത്? മാത്രമല്ല അവന് സൈക്കോ ആണ്, പ്രാന്താണ് അവനെന്ന് പറയുന്നു. അവനൊരു എത്രയും പെട്ടെന്നൊരു ഡോക്ടറെ കാണിക്കണം എന്ന് പറയുമ്പോൾ ഗോകുൽ പറയുന്നുണ്ട്, ആ ഡോക്ടറെ കാണിക്കണം, ആ ഭ്രാന്തിന് ഒറ്റ ഒരു ചികിത്സയെന്നുള്ളൂ, അതാണ് ഈ കൃഷ്ണമണി എന്നൊക്കെ പറഞ്ഞു കൊടുക്കാട്ടോ ഗോകുൽ ചെയ്യുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിൻ്റെ വിശേഷം കഴിയുന്നത്. നല്ലൊരു പ്രമോ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.